ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു സത്യാമ്മയോട് ചോദിക്കുന്നു, അതെങ്ങനെയാ അമ്മ അടിമപ്പണിയാകുന്നത്? എടാ, ഡ്രൈവർ പണി നല്ല അന്തസ്സുള്ള പണി തന്നെ, പക്ഷേ അത് നീ ചെയ്യുന്നത് നിൻ്റെ ഭാര്യയുടെ കീഴില്ല. അപ്പോഴത് അന്തസ്സുള്ള പണി അല്ലടാ. അതിനെ ഞാൻ അടിമപ്പണിയെന്നേ പറയത്തുള്ളൂ. അവൾ പറയുമ്പോഴൊക്കെ ചായയും കൊണ്ട് കൊടുത്ത് അവളുടെ ഫയലുകളൊക്കെ പിന്നാലെ പിടിച്ചോണ്ടിങ്ങനെ അവളെ മേഡം സാറേന്നൊക്കെ വിളിച്ചോണ്ട് പിന്നാലെ നീ ഇങ്ങനെ ചെല്ലുമ്പോൾ അവൾക്ക് തന്നെ തോന്നുവടാ, ഇങ്ങനെ ഒരു മരങ്ങോടനെയാണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയതെന്ന്. അപ്പോഴവൾക്കത് കുറച്ചിലായിട്ട് തോന്നും. കൂടെ വർക്ക് ചെയ്യുന്നവരെ നീ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ചിരിക്കുമ്പോഴേ അവളും പിന്നെ വിചാരിക്കും നീ ഒരു ഭൂലോക മണ്ടനാണല്ലോ എന്ന്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് പരിഹാസപാത്രമായി നിൽക്കുന്ന ഒരു മകനെ എനിക്ക് വേണ്ടടാ. സത്യാമ്മ നിന്ന് തിളച്ചു മറിയുവാണ്. ഒന്നുകിൽ നീ ഈ ജോലി വിട്ടേക്കണം, അല്ലെങ്കിൽ എന്നേക്കുമായി ഈ അമ്മയെ നീ അങ്ങ് മറന്നേക്കണം. ഇത് രണ്ടും നമ്മുടെ വിഷ്ണുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് രാഘവേട്ടനെ മാത്രമേ അറിയാവുള്ളൂ. രാഘവേട്ടൻ കിടന്ന് ഫാമേ ഫാമേന്ന് വിളിക്കുന്നുണ്ട്. നീ എന്തൊരു വിവരമില്ലായ്മയായി പറയുന്നത്? ആദ്യമായിട്ടാ അവനൊരു ജോലി കിട്ടുന്നത്, അത് ഉപേക്ഷിക്കണമെന്ന് നീ പറയുന്നത് എന്തർത്ഥത്തിലാ? മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നല്ലേ എല്ലാ അച്ഛനും അമ്മമാരും ആഗ്രഹിക്കുന്നത്? സത്യാമ്മ ഇങ്ങനെ തുറിച്ച് നോക്കുക രാഘവേട്ടനെ. ഒരാവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് അവൻ്റെ ഭാവി ഇല്ലാതെ നോക്കുന്നതാണോ നീ ചെയ്യുന്ന പ്രവൃത്തി? രാഘവേട്ടനെ ഇപ്പം നോക്കി ദഹിപ്പിച്ച് ഭസ്മമാക്കുന്ന രീതിയിലാണ് നമ്മുടെ സത്യാമ്മ. എന്നിട്ട് ചോദിക്കുന്നത്, ഭാര്യയുടെ കീഴിൽ അടിമപ്പണി ചെയ്യാനാണോ ഞാൻ ഇവനെ വളർത്തി വലുതാക്കിയത്? അവളുടെ മുന്നിലിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാനാണോ ഞാൻ എൻ്റെ മകനെ രാജകുമാരനെ പോലെ വളർത്തിയത്? എൻ്റെ മകൻ വിഷ്ണു ആരുടെ മുന്നിലും തല കുനിക്കരുത്. എൻ്റെ മകൻ അങ്ങനെ നിൽക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജോലി അവനോട് ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞത്. ഇത്രയും നേരം മിണ്ടാതിരുന്ന് നമ്മുടെ വിഷ്ണു പറയാൻ, എൻ്റെ അമ്മേ, ഈ 4ാം ക്ലാസ് പഠിച്ച് എനിക്ക് പിന്നെന്താ കളക്ടർ ജോലി അവിടെ ആരെങ്കിലും എടുത്ത് വെച്ചേക്കുന്നോ? അല്ലെങ്കിൽ തന്നെ എത്രയെത്ര സ്ഥലങ്ങളിൽ ഉയർന്ന ജോലിയിൽ ഭാര്യയും അതിൻ്റെ താഴെ ഭർത്താവും ജോലി ചെയ്യുന്നു. അവിടേക്ക് എന്താ അമ്മ പറയുന്ന ഈ അഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ടോ? വിഷ്ണുവും നല്ല കലിപ്പിൽ തന്നെ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഈ ജോലി എനിക്ക് കളയാൻ പറ്റില്ല. എങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ലടാ. ഈ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ നാളെ മുതൽ നീ ഇവിടെ താമസിക്കാൻ പാടില്ല. ഭാര്യയുടെ പാവാടച്ചണ്ടയിൽ പിടിച്ച് അടിമപ്പണി ചെയ്യുന്ന ഒരു മകനെ എനിക്കിവിടെ വേണ്ടടാ. ഇതുവരെയും സത്യാമ്മ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വിഷ്ണുവിന് ഭയങ്കര ദേഷ്യത്തോടെ ആ കൊണ്ടുവന്ന സ്വീറ്റ്സ് എല്ലാം ആ ഡൈനിങ് ടേബിളിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു, എനിക്ക് കിട്ടിയ ജോലി അമ്മയ്ക്ക് അഭിമാനക്കേടാന്ന് പറഞ്ഞില്ലേ, എന്നാൽ ഇനി നാളത്തേക്കാക്കുന്നില്ല. ഞാൻ ഈ രാത്രി തന്നെ ഇവിടുന്ന് പോവുക. അത് കേട്ടിട്ട് രാഘവേട്ടനെ സങ്കടം സഹിക്കാൻ വയ്യ. എടമോനെ, എടമക്കളെ, നീ പോവല്ലേടാ. അയ്യോ ഫാമേ, അവൻ പോകുമെന്ന്. എവിടെ പോകാനാ രാഘവേട്ട? അവൻ പോകുന്നത് അവൻ്റെ മുതലാളിയുടെ വീട്ടിൽ പോയി താമസിക്കാനാ. ജോലിക്കാരനല്ലേ, ആശ്രിതൻ, കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്നവൻ. പോയി തൊഴുതു പിടിച്ചവൻ അവളുടെ മുന്നിൽ പോയി അങ്ങനെ നിൽക്കട്ടെ. വിഷ്ണുവിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞ് വിഷ്ണു അവിടെ നിന്നെ ചെയറ് വലിച്ച് താഴെ അടിച്ചിട്ട് പറയുന്നു, അച്ഛാ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും, അതിനുള്ളിലുള്ള എവിടെയും ഈ വിഷ്ണുവിന് വിഷ്ണു ലോകവാ. പിന്നെ എന്തിനാച്ചാ ഞാൻ ഭയക്കുന്നത്? ആ ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ആ ഓട്ടോയുടെ ചാവി എടുത്തിട്ട് ഞാൻ എൻ്റെ ചാവി എടുക്കുക. ഓട്ടോശ്രീ എന്ന് പേരിട്ടപ്പോൾ അതെൻ്റെ ഐശ്വര്യമാകുമെന്നേ ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ അതെൻ്റെ വീട് പോലെ ആകുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ പോകുവാച്ചാ എന്നും പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തിൽ പുറത്തോട്ട് ഇറങ്ങി പോവാണ്. ഫാമേ, ദണ്ട അവൻ പോകുന്നെന്ന്. ഇറങ്ങി പോന്നവനൊക്കെ പോട്ടതാകവേട്ടാ. നിൻ്റെ ഈ ആവശ്യമില്ലാത്ത പിടിവാശിയ ഫാമേ എല്ലാത്തിനും. മോനെ, മക്കളെ പോവല്ലേ എന്നൊക്കെ പറയുന്നെങ്കിലും വിഷ്ണു ഓട്ടോ എടുത്തങ്ങ് പോകുവാണ്. രാഘവേട്ടൻ ചങ്ക് പൊട്ടി വാവിട്ട് കരയുവാണ്. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. വിഷ്ണു അങ്ങനെ സങ്കടവും ദേഷ്യമൊക്കെ കലർന്ന് വല്ലാത്ത ഒരു ടെൻഷനോടെ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് പോവുകയാണ്. വിഷ്ണു അങ്ങനെ ഓട്ടോ ഓടിച്ച് വന്നത് ശാരദാമ്മയുടെ വീടിൻ്റെ മുൻവശത്താണ്. വിഷ്ണു ആ ഓട്ടോയിൽ തന്നെ ഇരുന്നുകൊണ്ട് സത്യാമ്മ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുക. ശാലിനി കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഹാളിലിരുന്ന് പേപ്പർ വായിക്കുകയും കോഫി കുടിക്കുകയൊക്കെയാണ്. അപ്പോൾ ശാരദാമ്മ അടിച്ചു വാരാനുള്ള ചൂലുമായിട്ട് വന്നിട്ട് ചോദിക്കുന്നു, അല്ല ശാലിനി ഇന്ന് നേരത്തെ എഴുന്നേറ്റല്ലോ, ഞാൻ അടിച്ചു വാരി കഴിയുമ്പോഴേ സാധാരണ നീ എഴുന്നേക്കാറുള്ളല്ലോ. ഇന്ന് എനിക്കൊരല്പം നേരത്തെ പോകണമേ. ആ, പോകുന്നതൊക്കെ കൊള്ളാം, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ. ശാരദാമ്മ എന്നിട്ട് വാതിലൊക്കെ അടിച്ചു വാരാനായിട്ട് വരുമ്പോൾ ഓട്ടോ കിടക്കുന്നു. അല്ല, ഇത് ആരുടെ ഓട്ടോയാ? സൂക്ഷിച്ചു നോക്കിയിട്ട് ഇത് വിഷ്ണുവിൻ്റെ ഓട്ടോയാണല്ലോ. വിഷ്ണു എന്താ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? വിഷ്ണു അങ്ങനെ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്നത് കണ്ടുകൊണ്ട് ശാരദാമ്മ ശാലിനിയെ വിളിക്കുന്നുണ്ട്. മോളെ, ഇങ്ങോട്ട് വന്നേ, ദാണ്ട വിഷ്ണുവേട്ടനോ? ശാലിനി ഓടി വന്ന് നോക്കുമ്പോൾ വിഷ്ണു ഓട്ടോറിക്ഷയിൽ നല്ല ഉറക്കം. അയ്യോ അമ്മേ, ഇത് എപ്പോഴിതിവിടെ എത്തി? ഏതായാലും ഞാനിന്ന് നോക്കട്ടെ
എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോവുക. നല്ല ഉറക്കത്തിലായിരുന്നു വിഷ്ണു. വിഷ്ണുവേട്ടാ എന്നും പറഞ്ഞ് ശാലിനി വിളിച്ചുണർത്തുവാണ്. ഇത് എപ്പോൾ വന്നിങ്ങനെ കിടന്ന് എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? ഇന്നലെ രാത്രി ഞാനിവിടെ വന്നതാ, പിന്നെ നിങ്ങളുടെ ആരുടെയോ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചു. വിഷ്ണു അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ശാലിനിക്ക് യാതൊരു വിശ്വാസമല്ല. അങ്ങനൊന്നുമല്ല. ഇന്നലെ രാത്രി സത്യാമ്മയോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? അങ്ങനെയല്ലാതെ വിഷ്ണുവേട്ടൻ ഇവിടെ വന്ന് കിടക്കത്തില്ല. സത്യം പറ വിഷ്ണുവേട്ടാ. ശാലിനി എത്ര ചോദിച്ചിട്ടും വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. പറ വിഷ്ണുവേട്ടാ, എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? എന്നോട് പറ വിഷ്ണുവേട്ടാ. അതൊന്നുമില്ല. ഞാൻ ഈ ജോലിക്ക് പോകുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. ഭാര്യയുടെ കീഴിൽ അടിമപ്പണിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ പാടില്ലെന്ന്. അത് കേട്ടിട്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്ന്. എങ്കിൽ എന്തിനാ വിഷ്ണുവേട്ടാ ഈ മഞ്ഞത്ത് കിടന്നത്? എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ? ആദ്യം ഞാൻ വിളിക്കാമെന്ന് ഓർത്തതാ, പിന്നെ വിചാരിച്ചത് എന്തിനാന്ന്. വിഷ്ണു സങ്കടം ഉള്ളിലൊതുക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഓട്ടോ കണ്ടില്ലേ, ഇവൻ തന്നെ എനിക്ക് ധാരാളമല്ലേ, ഇതിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ ആർക്കും പറ്റില്ലല്ലോ. അതൊക്കെ അവിടെ കണ്ടോണ്ട് നിന്ന ശാരദാമ്മ പറയുന്നു, മോളെ ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എന്നും പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. വിഷ്ണു വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് ശാലിനിക്ക് തീരെ സഹിക്കുന്നില്ല. ശാലിനി വിഷ്ണുവിനടുത്ത് ചേർന്നിരുന്നിട്ട് പറയുന്നു, വിഷ്ണുവേട്ടാ പിന്നെ എന്താ തീരുമാനിച്ചത്? ഈ ജോലി സത്യാമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നാൽ അങ്ങ് നിർത്തിയേരെ. വിഷ്ണു ചോദിക്കുന്നു, ഈ 4ാം ക്ലാസ് യോഗ്യതയുള്ള എനിക്ക് പിന്നെ ആരാ ജോലി തരുന്നത്? അതേ വിഷ്ണുവേട്ടാ, സത്യാമ്മ സമ്മതിക്കുന്നില്ലല്ലോ. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ജോലി കയറിൽ തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ വിഷ്ണുവേട്ടാ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, സത്യാമ്മ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞതാ. വിഷ്ണുവിന് ദേഷ്യം വരുന്നു. എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന സത്യം തന്നെ. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തതുമായ ജോലി ചെയ്യുന്നതിൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞത് വല്ലതും തനിക്ക് മനസ്സിലായോ? അപ്പോഴേക്കും ശാരദാമ്മ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന്. ഞാൻ എന്തായാലും ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക വിഷ്ണുവേട്ടാ. അത് താനൊന്നും പറയണ്ട. ഇനി അത് മാത്രമല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. താൻ എന്തായാലും റെഡിയായിട്ടിരിക്കെ, ഞാൻ വണ്ടിയും കൊണ്ടുവരാം. വൈകിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകണം, ഒരു വീട് നോക്കാൻ. ഞാൻ എന്തായാലും കമാലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശാരദാമ്മ ചോദിക്കുന്നു, അല്ല മോനെ വീടെടുക്കാനെന്നോ? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൂടെ? ഉടനെ ശാലിനി പറയുന്നു, അത് വേണ്ടമ്മേ, പിന്നെ അതറിഞ്ഞിട്ട് മതി സത്യാമ്മ വിഷ്ണുവേട്ടനെ വഴക്ക് പറയാൻ. അല്ലെങ്കിൽ തന്നെ വിഷ്ണുവേട്ടനെ ഞാൻ എൻ്റെ പാവാടച്ചട്ടിൽ കെട്ടിയിട്ടിരിക്കുവാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതും കൂടി ആയാൽ പിന്നെ തീർന്നത് തന്നെ. എന്തായാലും ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ. വിഷ്ണു പറയാം, താനൊന്ന് ചിരിക്കടോ, രാവിലെ ഒരു പുഞ്ചിരി തന്നാൽ എന്താ കുഴപ്പം? ഈ ഫോണിൽ കൂടെ ആളുകളൊക്കെ രാവിലെ പുഞ്ചിരിക്കുന്നതും ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതേ, അതിപ്പോൾ നേരിട്ട് കിട്ടുമ്പോൾ എന്ത് രസമാ അല്ലേ? ഒന്ന് ചിരിക്കടോ എന്നും പറഞ്ഞ് ശാലിനിയുടെ കവിളത്തിന് നുള്ളു കൊടുത്തിട്ട് വിഷ്ണു ശാരദാമ്മയോട് പറയാം, എന്നാലേ പോയിട്ട് വരട്ടെ മേഡത്തിൻ്റെ അമ്മ ഇടാ എന്നും പറഞ്ഞ് ശാരദാമ്മ ചിരിച്ചോണ്ട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. ശാലിനി ശാരദാമ്മയോട് പറയാം, അമ്മയുടെ അടുത്ത് ഉടക്കുവാണ്, പക്ഷേ അമ്മയുടെ അടുത്തൊന്നും മാറി നിൽക്കത്തുമില്ല. ഇനി ഇങ്ങനെ ഒരു വീടെടുത്തെന്ന് വെച്ച് അമ്മയുടെ അടുത്തൊന്ന് അകന്ന് നിൽക്കുമെന്നാണോ അമ്മ കരുതുന്നത്? എത്ര വഴക്ക് കേട്ടാലും ആ അമ്മയെ പിരിഞ്ഞൊന്നും വിഷ്ണുവേട്ടൻ നിൽക്കില്ലമ്മേ. ഇതേ അമ്മ മകനാ, അമ്മയ്ക്ക് അനുഗ്രഹിച്ച് നൽകിയ മകൻ. അതുകൊണ്ടല്ലേ അമ്മേ ഒരുമിച്ച് താമസിച്ച് ഇവരെ തങ്ങളിൽ അകറ്റി നിർത്താനൊന്നും ഞാൻ ശ്രമിക്കാത്തത്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ശാരദാമ്മ അവിടെ നിന്ന് സങ്കടത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ജീവിച്ച് കണ്ടാൽ മതിയായിരുന്നു. സുസ്മിതയുടെ വീട്ടിൽ തണ്ണിപ്പാർട്ടി നടത്തുക. നമ്മുടെ ജഗദീപും സുസ്മിതയും ഉപേന്ദ്രനും ഉണ്ട്. ഉപേന്ദ്രനാകെ തലയ്ക്ക് വെളിവില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല, ജഗദീപിനെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ജഗദീപ് വലിയ സന്തോഷത്തോടെ മദ്യക്കുപ്പിയിൽ നിന്ന് എല്ലാവർക്കും ഒഴിച്ച് ഗ്ലാസ്സിലോട്ട് വെക്കുന്നുണ്ട്. സുസ്മിത അതൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. എന്നാൽ ഉപേന്ദ്രൻ പറയുന്നത്, എനിക്ക് വേണ്ട. അയ്യോ സാറേ അങ്ങനെ പറയരുത്, അന്നത്തിൻ്റെ അടുത്തും മദ്യത്തിൻ്റെ അടുത്തും വേണ്ടാന്ന് പറയല്ലേ. ഇത് നമ്മുടെ ജഗദീപിൻ്റെ തത്വപുരാണമാണ്. ആരെങ്കിലും വെച്ച് നീട്ടുമ്പോൾ ഉടനെ മേടിച്ചണം, അല്ലെങ്കിൽ പിന്നെ ഇത് കിട്ടാൻ പെടാപ്പാട് പെടും. അതൊന്നും അല്ലടാ, കൈ കിടന്ന കാശും പോയി, കിട്ടാനുള്ളത് കിട്ടിയതുമില്ല. ആത്മാഭിമാനം കപ്പലേറുകയും ചെയ്ത്. ജഗദീവ് പറയാം, അതൊരു ഭാഗ്യമല്ലേ, ഇതോടെ ഒന്നുകൂടെ പിടിച്ച എന്നും പറഞ്ഞ് വീണ്ടും ഉപേന്ദ്രനെ മദ്യപിപ്പിക്കുവാണ്. എന്തൊക്കെയായിരുന്നു പ്രലോഭനങ്ങൾ! എന്നെ ഇപ്പം തന്നെ ചക്രവർത്തിയായിട്ട് അങ്ങോട്ട് വാഴിക്കും. പട്ടുമെത്തേൽ കിടത്തി വെഞ്ചാമരം വീശിക്കും. പരവതാനി ഒലക്കേട മൂട്, യാതൊരു വിലയില്ലാതെ ഒരു കൂഴച്ചക്കട പോലെ തെക്കോട്ടും വടക്കോട്ടും ഇട്ട് ഓടിക്കുക. എൻ്റെ കയ്യിന് ചുളയിറക്കി തരുന്നത് വരെ എല്ലാവർക്കും വായിൽ നാവുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ സുസ്മിത ഇരുന്ന് കുടിക്കുക. സുസ്മിതയെ നോക്കിയാ പറയുന്നത്. തിരിച്ചത് വാങ്ങിത്തരാൻ ഒരാൾക്ക് നാവിന് അനക്കമില്ല. ചത്തതിന് പുറകെ ജീവിച്ചിരിക്കുന്ന പോലത്തെ ഒരവസ്ഥ. ഞാനിതൊക്കെ ആരോടാ പറയേണ്ടത്? എല്ലാത്തിൻ്റെ അണ്ണാക്കിനകത്ത് പഴംതിരിയെ കയറ്റി വെച്ചിരിക്കുവാണോ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ.
ജഗദീവ് പറയുക, ഉപേന്ദ്രൻ സാറേ ഒന്നും തോന്നരുത്, എൻ്റെ സുസു പൊതുവേ അങ്ങനെ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല. അണ്ണാക്കിലോട്ട് കോലിട്ട് കുത്തിയാൽ പോലും എൻ്റെ സുസുവിൻ്റെ നാവ് കാണാൻ പറ്റത്തില്ല. അതെൻ്റെ സുസു പഴം വിഴുങ്ങിയിട്ടൊന്നുമല്ല, ഈ മൗനം വിദ്വാന ഭൂഷണമെന്ന് പറഞ്ഞിട്ടില്ലേ. സുസ്മിത പറയുക, ചത്ത് ചീഞ്ഞ് പട്ടടയിൽ വെച്ചതിന് ഇനി എന്ത് ചരമഗീതം. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നഷ്ടപ്പെട്ടത് എങ്ങനെ തിരിച്ചു പിടിക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉപേന്ദ്രൻ ദേഷിച്ച് ചാടി എണീറ്റിട്ട് പറയുന്നു, ചർച്ച ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ലല്ലോ. പോലീസുകാരുടെ ബലം മുഴുക്കി ആവാഹിച്ച് പോലീസുകാരെല്ലാം എൻ്റെ മടിത്തട്ടിലാണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന നിൻ്റെ ചിറ്റപ്പൻ എന്തിയെ? ആ സമയത്ത് ചന്ദ്രബോസിൻ്റെ കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ചന്ദ്രബോസ് ഇറങ്ങി വരുവാണ്. ചന്ദ്രബോസ് വന്നിട്ട് ചോദിക്കുന്നു, എന്താടോ, എനിക്കറിവില്ലെന്നാണോ അതോ എന്നെക്കുറിച്ച് അറിവില്ലെന്നാണോ പറഞ്ഞത്? എന്തൊക്കെയാടോ താൻ ഈ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ എനിക്ക് പറ്റിയ ഒരു ആനമണ്ടത്തരത്തിൻ്റെ കഥ. ഇനി ഇവിടെ എന്തെങ്കിലും നടക്കുമോ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. അത് കേട്ടിട്ട് നമ്മുടെ ജഗദീപ് അടന്നിട്ട് പറയാം, കള്ളുകുടിയും പ്ലാനിങ്ങും ഒക്കെ നല്ലതുപോലെ നടക്കും, അല്ലാതെ വേറൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രബോസ് പറയാം, നസീറിനെ കാണാതെ പോയതിൻ്റെ പേരിലേ വിഷ്ണു അകത്ത് പോകാൻ സാധ്യതയുണ്ട്. IG ഹമീദ് സാർ അന്വേഷിക്കുന്നത്. സുസ്മിത ഉടനെ പറയാം, എങ്കിൽ നമുക്കിതിൻ്റെ മുന്നിൽ നിന്ന് കളിക്കാതെ IG സാറിന് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കണം. നമ്മുടെ കൈക്കല്ലെങ്കിലും മറ്റൊരാളുടെ കയ്യിലായാലും മതി. അവനൊന്ന് ജയിലിൽ കിടക്കുന്ന കൺകുളിർക്കെ എനിക്കൊന്ന് കാണണം. ഭാര്യ ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുമ്പോഴേ ഭർത്താവ് ജയിലിൽ ഓട്ടപാത്രവും പിടിച്ച് ജയിൽ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കണം. ഞാൻ അനുഭവിച്ചതിൻ്റെ 10 മടങ്ങ് അനുഭവം അവനും ഉണ്ടാകണം. സുസ്മിതയുടെ ഒരിക്കലും നടക്കാത്ത മോഹത്തിന് വേണ്ടിയിട്ട് ചന്ദ്രബോസ് പറയുക, മോളെ അവനെ ഞാനേ കയ്യാമം വെച്ചോണ്ട് പോകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും, നീ അപ്പോഴങ്ങ് വന്നേക്കണം. അത് കേട്ടിട്ട് സുസ്മിത പറയാ, അയ്യോ അന്ന് ഞാൻ എൻ്റെ 2 കണ്ണും നന്ദ്യാർവട്ട പൂ വിഴിഞ്ഞ് കണ്ണിലൊഴിച്ച് നല്ല ശുദ്ധിയാക്കിക്കൊണ്ട് ഞാനങ്ങ് വരും. ആ അസുലഭ നിമിഷത്തെ കാഴ്ച കാണാൻ. ഉപേന്ദ്രനെ ദേഷ്യം വന്നിട്ട് വയ്യ, നിങ്ങൾ ഇപ്പോഴും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പുറകെ നടക്കുക. എന്നെ ചതിച്ചതേ മറ്റവനാ, ആ രോഹിത്ത്, അവനെയാണ് എനിക്ക് തകർക്കേണ്ടത്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. സുസ്മിതയെ ഒന്ന് കളിയാക്കിക്കൊണ്ടാണ് ഉപേന്ദ്രൻ പറയുന്നത്. അതിപ്പോൾ അവനെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കാനൊരു മടി കാണും, പക്ഷേ ആ മടിയൊന്നും എനിക്കില്ല. അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് കാടുകുലുക്കി പോന്ന പോലൊരു പോക്ക് പോകുന്നുണ്ട്. ചന്ദ്രബോസ് സുസ്മിതയോട് പറയുന്നത്, ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും, ഇല്ലെങ്കിൽ ഇയാളെ നടത്തും. അത് സംഗതി പാഴായ എല്ലാവരും കൊണ്ട് ഇയാളെ അങ്ങ് കിടത്തും. നീ നോക്കിക്കോ മോളെ, ഇനി അതാ നടക്കാൻ പോകുന്നത്. രോഹിത്തും ശ്യാമയും വലിയ സന്തോഷത്തിൽ കഴിയുവാണ്. ശ്യാമ ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഹിത്ത് എന്ന് ചൂടോടെ ദോശയെടുത്ത് തിന്നുക. ശ്യാമ പറയും, അയ്യോ രോഹിത്തെ ചമ്മന്തി അരച്ചിട്ടില്ല, എനിക്ക് ചൂട് ദോശ ഇങ്ങനെ തിന്നാനാണ് ഇഷ്ടം, ചമ്മന്തി ഒഴിച്ചാലേ ഇതുപോലത്തെ ടേസ്റ്റ് കിട്ടില്ല. ശ്യാമ ചോദിക്കുക, ഇനി എന്താ പ്ലാൻ? ആളെ കൊല്ലുന്ന മദ്യം വിറ്റ് ജീവിക്കാനാണോ പ്ലാൻ? ഇനിയും കേസും കൂട്ടവട്ടൊക്കെ നടന്നാലേ ഒരാളും ഇനി നമ്മളെ സഹായിക്കാനായിട്ടുണ്ടാവില്ല. രോഹിത്തും ഒരുപാട് പാഠം പഠിച്ചു കഴിഞ്ഞ് നല്ല സ്വഭാവത്തിൽ തന്നെയാണ് രോഹിത്തും. ഇല്ല ശ്യാമേ, ഇനി എന്തായാലും എനിക്ക് ആ പഴയ വഴിയിലോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കണം ശ്യാമേ. കണ്ടില്ലേ ഇപ്പോൾ കിട്ടുന്ന ഈ സന്തോഷം ഞാൻ ആവോളം ആസ്വദിക്കുവാണ് ശ്യാമേ. രോഹിത്തെ, ഞാൻ ചോദിച്ചത് നമുക്കൊരു ജോലി വേണ്ടായോ? അതിനെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. ശ്യാമേ, ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ദുബായിലോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ജോലിയൊക്കെ അവൻ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്നിട്ട് എന്തെടുക്കാനാ ശ്യാമേ? വല്ല നാട്ടിലും പോയി 4 കാശുണ്ടാക്കണം. അങ്ങനെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നല്ല രാജാവിനെ പോലെ കഴിയണം. അപ്പോൾ നമ്മുടെ ഈ നഷ്ടപ്പെട്ട അഭിമാനവും ആഭിജാത്യവും ഒക്കെ തിരികെ വരികയും ചെയ്യും. അയ്യോ, അപ്പോൾ രോഹിത്തെ ഞാനോ? ശ്യാമ അത് ശാരദാമ്മയുടെ വീട്ടിൽ നിൽക്കാമല്ലോ. അപ്പോൾ ഈ വീട് അത് സത്യാമ്മയുടെ അച്ഛനോട് ഇവിടെ വന്ന് താമസിക്കാൻ പറയാം. രോഹിത്തെ, അതിന് സത്യാമ്മ വരും ശ്യാമേ. രോഹിത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ സത്യാമ്മയല്ല വന്നത്. ദാണ്ട തലയ്ക്ക് വെളിവില്ലാതെ ഭ്രാന്ത് പിടിച്ച പോലെ ഉപേന്ദ്രൻ വന്ന്, എടാ രോഹിത്തേ എന്ന് അലറി വിളിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്തിൻ്റെ അടുത്ത് തല്ലുകൂടാനായിട്ട് വന്നിരിക്കുവാണ് ഉപേന്ദ്രൻ. ഇനി എന്താണ് ഉപേന്ദ്രന് കിട്ടാൻ പോകുന്നത്? ചന്ദ്രബോസ് പറയുന്ന പോലെ ഉപേന്ദ്രനെ അവരെല്ലാവരുടെ ചേർന്ന് കിടത്തുവോ? വിഷ്ണു സത്യാമ്മയ്ക്ക് വേണ്ടി ആ ജോലി ഉപേക്ഷിക്കുമോ? ശാലിനിയും വിഷ്ണുവും വേറെ മാറി താമസിക്കുമോ? എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.